എത്ര കുട്ടികൾ പാഷനേറ്റ് ആയിട്ട് ഓൺലൈൻ ചൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള. അപ്പോൾ പാഷനേറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ നിന്നും പഠിച്ചാൽ പോരാ. ആക്ച്വലി ഓൺലൈൻ കോച്ചിങ്ങിനുള്ള മെയിൻ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരുന്നാൽ മാത്രമാണ് അത് കംപ്ലീഷനിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഓൺലൈൻ കോഴ്സസിന് ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് ഇതാവുന്നില്ല. പക്ഷെ അതിൻ്റെ അകത്ത് മേജർ പ്ലസ് പോയിന്റ് ആയിട്ട് കാണേണ്ട കാര്യം ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഹൗസ് വൈഫ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളോ ആയിട്ടുള്ള ആളുകളോ, അല്ലെങ്കിൽ സമയത്തിന്റെ അപര്യാപ്തത കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ആളുകളോ, എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഒരു ഓഫ്ലൈൻ സെന്ററിൽ പോയി പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ലേണേഴ്സിന്റെ എണ്ണം കൂടുന്നുണ്ട്. അത് ഓൺലൈനായിട്ട് ലേൺ ചെയ്യുന്നതുകൊണ്ട് അതും കൂടുന്നുണ്ട്. ബിക്കോസ് പഴയ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടെ ഓഫ്ലൈൻ മാത്രം കൊടുത്തുകൊണ്ടിരുന്നിടത്തെല്ലാം ഇപ്പോൾ ഓൺലൈൻ കോച്ചിങ്ങോടെ അവൈലബിൾ ആണ്, ഓൺലൈൻ ട്രെയിനിങ്ങോടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അവിടെ സക്സസ് റേറ്റ് വളരെ കുറവല്ല. അതായത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു മെട്രിക്സ് മെഷർ ചെയ്യുകയാണെങ്കിൽ, ഒരു സംഭവം മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സക്സസ് വരുന്നത് വെച്ചാൽ ആ കുട്ടി പ്ലേസ്ഡ് ആയ ഇതിനനുസരിച്ചാണ്. ഇതിൽ ഡ്രോപ്പ് ഔട്ട്സ് കൂടുതലാണ് ഓൺലൈനിൽ വരുമ്പോൾ. പിന്നെ ആ കുട്ടി പഠിക്കാനുള്ള ആ ഒരു കോൺസെൻട്രേഷനും കാര്യങ്ങളും അത്രയും പാഷനേറ്റ്. എത്ര കുട്ടികൾ ചോദ്യം എന്താ വരുന്നത്, എത്ര കുട്ടികൾ പാഷനേറ്റ് ആയിട്ട് ഓൺലൈൻ ചൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള. എത്രത്തോളം അത് വളരെ റെയറാണ്. അധിക കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ട്രാവൽ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫീസിന്റെ പ്രശ്നങ്ങൾ, ഇതാണ് ഞാൻ കണ്ടിടത്തോളം ഓൺലൈൻ ചൂസ് ചെയ്യാനുള്ളത്. അല്ലാതെ പാഷനേറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ നിന്നും പഠിച്ചാൽ പോരാ.